ഇത് കുറവിലങ്ങാടുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ പിൽഗ്രിം ചർച്ച്. അതിൻ്റെ മുന്നിലുള്ള കവാടത്തിൻ്റെ ഒരു ദൃശ്യമാണ് നാം ഇപ്പോൾ കണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ തീർത്ഥാടന കേന്ദ്രം. പള്ളി സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയ ഒരു സ്ഥലത്താണ്. ധാരാളം കാർ പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ പള്ളി പ്രദക്ഷിണത്തിനായാലും മറ്റും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പള്ളി വീട്ടിൽ ചാണ്ടി മെത്രാൻ മാർത്തോമ നസ്രാനികളുടെ പ്രഥമ തദ്ദേശീയ മെത്രാൻ്റെ ഭൗതിക ശരീരം ഈ പള്ളിയിൽ മദ്ബഹയിൽ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം ചവിട്ടുപടികൾ കയറി വേണം ഈ പള്ളിയിലേക്ക് കടക്കുവാനായിട്ട്. വയസ്സായവർക്കും അതുപോലെ തന്നെ നടക്കാൻ പ്രയാസമുള്ളവർക്കും ഈ പള്ളിയുടെ ഇടത് ഭാഗത്തായിട്ട് ഒരു ടാറിട്ട റോഡുണ്ട്. ആ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ആയാസരഹിതമായിട്ട് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കണ്ടോ? അതിന് ചുറ്റും ആട്ടിടയന്മാരാണ് നിൽക്കുന്നത്. ആദ്യമായിട്ട് AD 105 ലോകത്തിൽ ആദ്യമായിട്ട് ഈ കുറവിലങ്ങാടാണ് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കുറച്ച് ആട്ടിടയ ബാലന്മാർക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഭക്ഷിക്കാനായിട്ട് കല്ലുകൾ അപ്പമാക്കിയും അതുപോലെ കുടിക്കുവാനായിട്ട് നീരുറവുണ്ടാക്കിയും ജലം നൽകുകയും ചെയ്തു. ഇക്കാര്യം അവർ അവരുടെ വീടുകളിൽ പറഞ്ഞപ്പോൾ ആട്ടിടയന്മാർക്ക് വിശ്വാസം വരാതെ അവർ ഇങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് പള്ളിമുറ്റത്തേക്ക് പ്രവേശിക്കാം. വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ഈ ദേവാലയം. ദേവാലയത്തിന് മുൻപിലായിട്ട് ഒരു കൽക്കുരിശ് കാണാം. നല്ല നീളമുള്ള ഒരു കൽക്കുരിശാണ്. ഈ കൽക്കുരിശ് സ്ഥാപിക്കുന്നതിനെ പറ്റിയും ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒറ്റ കരിങ്കല്ലിൽ കൊത്തിയ കൽക്കുരിശാണിത്. ഇത് നാട്ടുവാനായിട്ട് പലരും ശ്രമിച്ചിട്ടും നടക്കാതെ നിൽക്കുന്ന സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ അവിടെ വരികയും ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കൽക്കുരിശിനെ പൊക്കി ഇവിടെ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവരും അത്ഭുത പരതന്ത്രയായി നിൽക്കുമ്പോൾ ആ വയസ്സായ വൃദ്ധയെ കാണാതാകുകയും ചെയ്തു. അത് കുറവിലങ്ങാട് മുത്തിയമ്മ തന്നെയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഇവിടെ ഈ തിരി തെളിയിക്കാനുള്ള ദീപങ്ങൾക്ക് ചുറ്റും പൈപ്പ് കാണാൻ സാധിക്കും. വിശ്വാസികൾ എണ്ണ ഇതിൽ പകരുമ്പോൾ ബാക്കി വരുന്ന എണ്ണ ആ പൈപ്പിലൂടെ ഒരു ടാങ്കിലേക്ക് സംഭരിക്കപ്പെടും. പിന്നീട് ആ ടാങ്കിൽ നിന്ന് ഈ തിരി തെളിയിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റൊരിടത്തും ഇത്തരം ഒരു സജ്ജീകരണം ഞാൻ കണ്ടിട്ടില്ല. അനേകം ചവിട്ടുപടികൾ കയറി വേണം നമുക്ക് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. അങ്ങകലെ നമ്മൾ നേരത്തെ പറഞ്ഞ പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം കാണുകയുണ്ടായി. ഈ ഭാഗത്തായിട്ട് പള്ളിയിലേക്ക് ടാറിട്ടൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പ്രവേശിക്കാൻ സാധിക്കും. അതിനടുത്തായിട്ട് തന്നെ തോമസ് ലീഹ നമ്മുടെ പൂർവികർക്ക് മാമോദിസ നൽകിയതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നാം ഇപ്പോൾ കാണുന്നത്. ആദ്യമായി തോമസ് ലീഹ
ഇന്ത്യയിൽ വന്ന് നമ്മുടെ പൂർവികർക്ക് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ഒരു ദൃശ്യാവിഷ്കാരം. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന റോഡിലൂടെയാണ് പള്ളിയിലേക്ക് വാഹനമാർഗം കയറി ചെല്ലുവാനുള്ള സൗകര്യമുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമായിട്ട് തോന്നുന്നത്, ഇത്രയും നാളും ഞാൻ മാതാവ് ലോകത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് കുറവിലങ്ങാടാണ് എന്നുള്ളത് ഈ അടുത്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് കടപ്പൂർ നിവാസികൾ സംവഹിക്കുന്ന കപ്പൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന ഒരു ബോർഡ് കണ്ടില്ലേ? ഇതിനോട് ചേർന്ന് ഒരു കപ്പലിൻ്റെ മാതൃക ഇവിടെ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥ, കടപ്പൂർ നിവാസികൾ കടലിൽ മീൻ പിടിക്കാനായിട്ട് ബോട്ടിൽ പോകുന്ന സമയത്ത് കടൽ ക്ഷോഭിച്ച് അവർ മരണത്തെ നേരിൽ കണ്ട സമയത്ത് അവർ, മുത്തിയമ്മയെ ഞങ്ങളെ ഈ കടൽ ക്ഷോഭത്തിൽ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ മുത്തിയമ്മയ്ക്കൊരു കപ്പലിൻ്റെ മാതൃക നിർമ്മിച്ച് നൽകാം എന്ന് നേരുകയും അതിൻ്റെ ഫലമായിട്ട് കടൽ ശമിച്ച് അവർ അത്ഭുതപരമായി രക്ഷപ്പെട്ടു എന്നതാണ് ഐതിഹ്യം. 3 നോമ്പിൻ്റെ അന്ന് ഈ കപ്പൽ വഹിച്ചുകൊണ്ടുള്ള പ്രദർശനമുണ്ട്. അതിൻ്റെ അവകാശം ഇപ്പോഴും കടപ്പൂർ നിവാസികൾക്കാണ്. ഈ പള്ളിയുടെ ഇവിടെ നിന്നും 4 കിലോമീറ്റർ മാറിയാണ് കടപ്പൂർ എന്ന ഈ ദേശം. ഇപ്പോഴും ആ ദേശക്കാർക്കാണ് ഈ കപ്പൽ പ്രദർശനമായിട്ട് പള്ളിയിൽ കൊണ്ടു സഞ്ചരിക്കുവാനുള്ള അവകാശമുള്ളത്. വളരെ പരിപാവനമായ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ശാന്തതയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇത്രയും കാലം ഞാൻ അറിയാതിരുന്ന ഒരു സത്യം, മാതാവ് ലോകത്തിൽ ആദ്യമായിട്ട്, അതായത് AD 105 മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് 1500 കാലഘട്ടങ്ങളിലാണ്. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എനിക്കറിയാവുന്നത് വേളാങ്കണ്ണി മാതാവ് പ്രത്യക്ഷപ്പെട്ടതും അതുപോലെ തന്നെ ഫാത്തിമ, ലൂർദ് എന്നീ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളാണ്. അവയെല്ലാം ഈ അടുത്ത് അധികം നാളുകൾ ആയിട്ടില്ല, കുറച്ച് വർഷങ്ങളെ മുമ്പ് പ്രത്യക്ഷപ്പെട്ട ആ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ AD 105 മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ്. കുറവിലങ്ങാട്ട് മുത്തിയമ്മയോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയമേ, കുറവിലങ്ങാട്ട് മുത്തിയമ്മേ, ഞങ്ങളുടെ രക്ഷകനായ ഈശോയുടെ മാതാവേ, മനുഷ്യകുലം മുഴുവൻ്റെയും മധ്യസ്ഥയായി അങ്ങയെ ഞങ്ങൾ വണങ്ങുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പൈതാഹത്താൽ ക്ഷീണിച്ച പൈതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് നീരുറവ തെളിച്ചു കൊടുത്ത അമ്മേ, ഞങ്ങളിലേക്കും ദൈവകൃപയുടെ നീർച്ചാൽ ഒഴുക്കാൻ അങ്ങ് മധ്യസ്ഥയാകണമേ. അമ്മയുടെ സ്ഥാന നിർണയപ്രകാരം നിർമ്മിച്ച ഈ ദേവാലയത്തിൽ അഭയം തേടുന്നവർക്കായി പരിശുദ്ധ ത്രിയേക ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങി നൽകണമേ. പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ ആദ്യ സക്രയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ശരീരങ്ങളിൽ ദേവാലയങ്ങളായി സൂക്ഷിക്കുവാൻ സഹായിക്കണമേ. അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മേ, കാനായിലെ ഭവനത്തിൽ അങ്ങ് സാന്ത്വനമായതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ശാന്തിദായകമാകട്ടെ. കരുണാസമ്പന്നയായ മുത്തിയമ്മേ, അങ്ങയുടെ മധ്യസ്ഥ ശക്തിയാൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ വിശ്വാസ പ്രതിസന്ധി, പൈശാചിക ഉപദ്രവങ്ങൾ, പ്രലോഭനങ്ങൾ, അപകടങ്ങൾ, രോഗപീഠകൾ, ആത്മീയവും ഭൗതികമായ തകർച്ചകൾ എന്നിവയിൽ നിന്ന് കാത്തു പരിപാലിക്കണമേ. കൃപ നിറഞ്ഞ മുത്തിയമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയാവുന്നതും അങ്ങയുടെ തിരുക്കുമാരനായ യേശുമിശിഹ വഴി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിഞ്ഞ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ദുരിതത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമകമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വേണമേ. ആമേൻ. ഇത് ദേവാലയത്തിൻ്റെ ആനവാതിലാണ്. ഈ വാതിലിൽ 12 ശിഷ്യന്മാരുടെ ഛായാചിത്രമാണ്
കാണുന്നത്. 12 ശിഷ്യന്മാരുടെ ഛായാചിത്രം പതിപ്പിച്ച ആനവാതിൽ. അങ്ങകലെ കാണുന്നതാണ് കപ്പേള. ആ കപ്പേളയോട് ചേർന്ന് തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. എല്ലാ ബസ്സുകളും ഇവിടെ ഈ പള്ളിക്ക് മുൻപിലായിട്ട് സ്റ്റോപ്പുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് വരുവാൻ വളരെ എളുപ്പമാണ്. ഇത് അച്ഛന്മാരും അതുപോലെ മറ്റ് ഓഫീസുകളുമെല്ലാമാണ് അവിടെ കാണുന്നത്. ഇത് കൽത്തൂണിൽ പല രൂപങ്ങൾ കൊത്തിയെടുത്ത ശില്പങ്ങൾ. ഇതുപോലെ കൽത്തൂണുകളാൽ താങ്ങി നിർത്തപ്പെട്ട മുഖവാര ഈ പള്ളിയുടെ അപ്പുറത്തും കാണാൻ സാധിക്കും. മനോഹരമായ ശില്പങ്ങളാണ് നമുക്ക് ഈ കല്ലുകളിൽ കാണാനാവുക. മനോഹരമായ കാഴ്ച തന്നെ അത്. ഇത് പള്ളിക്കകമാണ്. വളരെ മനോഹരമായ ഒരു ദേവാലയം. വളരെ ശാന്തമായ ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ഈ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകും. മനോഹരമായൊരു പള്ളിയാണ്. കുറവിലങ്ങാട് മുത്തിയമ്മയുടെ അൾത്താരയും മദ്ബഹിയുമാണ് നാം കാണുന്നത്. അതിന് മുകളിൽ ഛായാചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ച മാതാവിൻ്റെ ഉണ്ണിയേശുവിൻ്റെ ഒരു ഛായാചിത്രത്തിനോട് അതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു ഛായാചിത്രമാണ് ഇത്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ മാതാവിനെ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന് താഴെയായിട്ട് ധാരാളം തിരുശേഷിപ്പുകൾ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ തിരുശേഷിപ്പാണ്. ഇവ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു ശാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യുക. എത്രയോ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ, അവർ സഞ്ചരിച്ച ആ പാതകൾ, അവരുടെ സൽപ്രവൃത്തികൾ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇത് സീറോ മലബാർ സഭ തലവൻ്റെ സ്ഥാനിക സിംഹാസനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിംഹാസനമാണിത്. ഇത് ഈ പള്ളിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സ്ഥാനമാണ്. മനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ട സിംഹാസനം. അതിന് പിന്നിൽ മദ്ബഹയോട് ചേർന്നുള്ള വിശുദ്ധ കുരിശിൻ്റെ ചിത്രങ്ങൾ. അതിന് മുകളിൽ മാലാഖമാരും മറ്റും രൂപങ്ങളാൽ വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഈ അൾത്താര. ഇത് പ്രസംഗപീഠം. മാതാവിൻ്റെ അടുത്ത് മാലാഖ നിൽക്കുന്ന ഒരു രൂപം. മദ്ബഹയിലും അതുപോലെ തന്നെ അൾത്താരയിലും എല്ലാം രൂപങ്ങളും മരത്താൽ ഉണ്ടാക്കപ്പെട്ടവയാണ്. മദ്ബഹയിലെ മരത്താൽ ഉണ്ടാക്കപ്പെട്ട പൂക്കൾ കാണാൻ സാധിക്കും. എത്ര മനോഹരമായ സൃഷ്ടികളാണ്. അതുപോലെ മുത്തിയമ്മയ്ക്ക് ഇരുവശങ്ങളിലും മുകളിലുമായിട്ട് വിശുദ്ധരുടെ രൂപങ്ങൾ കാണാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ മരത്തിൽ പണിയപ്പെട്ടവയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എത്ര മനോഹരമായ ഒരു സൃഷ്ടിയാണ് ഈ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക.
ഇതെല്ലാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ ദേവാലയം ഇങ്ങനെ കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഞാൻ ഈയിടെ അറിയപ്പെട്ട മാതാവിൻ്റെ ആ പ്രത്യക്ഷത്തെക്കുറിച്ചാണ്. ഇതുവരെ അറിയാതെ പോയ ആ ഒരു സത്യം എൻ്റെ മനസ്സ് ഇപ്പോഴും ആ ഒരു സത്യത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഇത് 2 വൈദിക ശ്രേഷ്ഠരുടെ അവരെ സംസ്കരിച്ച കല്ലറകളാണ് ഈ കാണുന്നത്. പഴയ മലയാള ലിപിയാണിത്. പെട്ടെന്ന് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ആ കാലപ്പഴക്കത്തെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു കൗതുകം തന്നെയാണ്. പുരാതന കാലത്തെ മലയാള ലിപി. ഈ 2 മെത്രാന്മാരുടെ ശവകുടീരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നിതിരിക്കൽ മാണി കത്തനാർ അവറുകളുടെ കബറിടമാണ്. ഇവരെല്ലാം തന്നെ ഈ ദേവാലയമായി അഭേദ്യ ബന്ധമുള്ളവരാണ്. അത്ഭുത പ്രവർത്തകയായ കുറുവിലങ്ങാട് മുത്തിയമ്മയുടെ അത്ഭുത തിരുസ്വരൂപം. ഇത് ഈ പള്ളിക്ക് സ്ഥലവും മറ്റും സംഭാവന ചെയ്ത വ്യക്തികളുടേതാണ്. അവരുടെ കല്ലറകളാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ തെക്ക് മാറിയാണ് പകലോമറ്റം തറവാട് പള്ളിയുള്ളത്. അവരാണ് ഈ പള്ളിക്ക് കൂടുതലും സ്ഥലം സംഭാവന ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇത് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ അത്ഭുത തിരുസ്വരൂപം. ഇതിനു മുമ്പിൽ ഭക്തജനങ്ങൾ ഭക്തി ചൈതന്യത്തോടുകൂടി മാതാവിനോട് എന്തപേക്ഷിച്ചാലും അവ നടന്നു കിട്ടും എന്നാണ് വിശ്വാസം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കുറവിലങ്ങാട് മുത്തിയമ്മ. ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്ന് കുറച്ചു നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാനിവിടെ നിന്നും മടങ്ങിയത്. മനോഹരമായ ഈ പള്ളിയുടെ മുകൾ ഭാഗത്തും മനോഹരമായി പെയിൻറ്റിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയും മുത്തിയമ്മയുടെ രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആട്ടിടയന്മാരും മാലാഖമാരുടെ കൂട്ടങ്ങളും അടങ്ങുന്ന വളരെ മനോഹരമായ ഒരു ഛായാചിത്രം. പള്ളിയോട് ചേർന്ന് ഒരു മ്യൂസിയം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പുരാതന ദേവാലയ ഉപകരണങ്ങൾ, അലങ്കാര വിളക്കുകൾ, എണ്ണച്ചായ, ഇലച്ചായ ചിത്രങ്ങൾ, വാസ്തുകല വൈദഗ്ധ്യം വിളിച്ചോതുന്ന പുരാതന ഉപകരണങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഒരു മ്യൂസിയമാണ്. ഒരേ സമയം 8 പേർക്ക് തേങ്ങ ചുരുണ്ടാവുന്ന ഒറ്റത്തടിയിൽ തീർത്ത ചിലവ, പുരാതന ഗണിതശാസ്ത്ര ഉപകരണങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ തുടങ്ങിയവയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് മ്യൂസിയം കാണാൻ അകത്തേക്ക് പ്രവേശിക്കാം. വളരെ മനോഹരമായ മരത്തടിയിൽ തീർത്ത ശില്പങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഈ ശില്പങ്ങൾ കാണുമ്പോൾ, അതുപോലെ തന്നെ ഈ എണ്ണച്ചായങ്ങൾ, പച്ചില ചായങ്ങൾ, ഇവയെല്ലാം കാണുമ്പോൾ ആ പഴമയെ നമുക്ക് ഓർമ്മയിൽ ഓടിയെത്തും. അതുപോലെ തന്നെ ഓരോ മരത്തടിയിൽ തീർത്ത ശില്പങ്ങൾ
എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടവയാണ് ഇവയെന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നത്തെ പോലെ ശില്പ ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ പലതരം പവർ ടൂൾസ് നമുക്ക് ലഭ്യമാണ്. എന്നാൽ അന്ന് കാലത്ത് വെറും ചുറ്റികയും അതുപോലെ തന്നെ കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇവ അന്ന് കാലത്തെ ആ മനുഷ്യരുടെ ശില്പകലാചാതുര്യത്തെ വിളിച്ചോതുന്നവയാണ്. ഒരു ശില്പം രൂപപ്പെടുന്നത് ആ ശില്പിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന രൂപത്തിലൂടെയാണ്. അന്ന് കാലത്തെ ശില്പികൾക്കുണ്ടായിരുന്ന ആ ശില്പകലാചാതുര്യം അതാണ് എന്നെ വിസ്മയപ്പെടുത്തിയത്. എത്ര കണ്ടാലും തീരാത്ത മതിവരാത്ത കാഴ്ചകൾ ഇവിടെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഈ മ്യൂസിയം നിൽക്കുന്നത്. ഓരോ രൂപങ്ങളും അന്ന് കാലത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ രൂപങ്ങൾ അവയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എത്രയോ മനുഷ്യമക്കൾ ഈ രൂപങ്ങളെ കണ്ടും തൊട്ടും വണങ്ങി നമസ്കരിച്ച് കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഭൂമുഖത്തില്ല. അത്രയും പഴക്കമുള്ള ശില്പങ്ങളാണ് ഇവയെല്ലാം തന്നെ. 100 വർഷത്തെ പഴക്കമല്ലല്ലോ, 1000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള വസ്തുക്കളാണ് ഇവയിൽ ഓരോന്നും തന്നെ. അന്നത്തെ ആ ജനതയുടെ ആ കലാചാരുത ഇത് യേശുവിൻ്റെ ഒരു വർണ്ണഛായം. എത്ര മനോഹരമായ ഒരു സൃഷ്ടിയാണ് ആ കലാകാരൻ്റെ കൈവിരലിലൂടെ കടന്നുപോയിട്ടുള്ളത്. മനോഹരമായൊരു സൃഷ്ടി. ഇതാണ് 8 പേർക്ക് ഒരേ സമയം ചിരകാവുന്ന ചിരവ. അതുപോലെ തന്നെ പഴയ വിളക്കുകൾ കാണാൻ സാധിക്കും. നിലവിളക്കുകൾ, കുത്തുവിളക്കുകൾ, മണി, ഇവയെല്ലാം ഇങ്ങനെ കാണുമ്പോൾ അക്കാലത്തെ ആ പഴക്കത്തെ നമ്മൾ സങ്കല്പിക്കണം, മനസ്സിൽ സങ്കല്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു വില നമുക്ക് വ്യക്തമായി മനസ്സിലാവുക. എന്തും പൈസ കൊടുത്ത് വാങ്ങാം എന്നുള്ളതല്ല. പഴമ, ആ പഴമയ്ക്കാണ് നമ്മൾ വില കൽപ്പിക്കുന്നത്. നിക്ഷേപമുറി എന്ന് പറയുന്നത് ഇത് തിരുശേഷിപ്പുകളും സ്വർണ്ണക്കുരിശും മറ്റും എല്ലാം സൂക്ഷിച്ചിരുന്ന നിക്ഷേപമുറിയാണ്. ഇതിന് 7 താക്കോല് ഇട്ട് വേണം ഇത് തുറക്കാനായിട്ട്. അന്ന് കാലത്ത് അത്രയും സുരക്ഷിതമായാണ് ഇതിനകത്ത് പൂജാ വസ്തുക്കൾ സൂക്ഷിക്കപ്പെട്ടിരുന്നത്. എത്രമാത്രം നിലവിളക്കുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇതെല്ലാം കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇത്രയും കാലം ഈ കാഴ്ച കാണാൻ അറിയാതെ പോയല്ലോ എന്നൊരു മനസ്താപമാണ് എനിക്കുണ്ടായിരുന്നത്. ധാരാളം കുത്തുവിളക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഇവിടുത്തെ പെരുന്നാളിന് പ്രദർശനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഴയ കാലത്തെ ഓരോ ഉപകരണങ്ങളാണ് ഇവിടെ കാണുന്നത്. പറ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉരുളികൾ, ചട്ടുകങ്ങൾ, മീൻ പിടിക്കുന്ന ഉപകരണങ്ങൾ, ഓലക്കുട, പുരാതനമായ കുടങ്ങൾ, അതുപോലെ തന്നെ അന്ന് കാലത്ത് നാണയം എണ്ണുന്നതിനുള്ള നാണയ പലക,
ചീനഭരണികൾ തുടങ്ങി പഴമയുടെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവ ഓരോന്ന് നമുക്ക് വിസ്തരിച്ച് കാണുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ മതിയാകാതെ വരും. ഇത് നാണയം എണ്ണുന്ന നാണയ പലകയാണ്. എത്ര വർഷം മുമ്പത്തെ ഒരു നിർമ്മിതികളാണ് ഇവയെല്ലാം തന്നെ. പുരാതന കാലത്ത് കുരിശിൻ്റെ വഴിയിൽ സ്ഥാപിച്ചിരുന്ന ഫോട്ടോകളാണ് ഈ കാണുന്നത്. വലിയ ഭരണികൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ കാലത്തെ പല മുദ്ര പത്രങ്ങളാണ് ഈ കാണുന്നത്. അന്ന് കാലത്തെ എഴുത്താണിത്. വായിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇന്നത്തെ അച്ചടി ഭാഷയല്ലല്ലോ അന്നുണ്ടായിരുന്നത്. മാത്രമല്ല പഴയ ലിപി വ്യത്യസ്തവുമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഓരോ താളുകളും അവ കാണുവാൻ സാധിച്ചു തന്നെ ഒരു മഹാ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ പലർക്കും ലഭിച്ചിട്ടുള്ള സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങളും ഇവിടെ കാണാൻ സാധിച്ചു. കുറവിലങ്ങാട് മുത്തിയമ്മയുടെ അത്ഭുത ശക്തിയാൽ ലഭിച്ചിട്ടുള്ള അനേകം സാക്ഷ്യങ്ങൾ, അവയിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ വളരെ ലെങ്തി ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവ കാര്യങ്ങൾ ഞാൻ ചുരുക്കിയാണ് കാണിക്കുന്നത് തന്നെ. ചില സാക്ഷ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. AD 105 പ്രത്യക്ഷപ്പെട്ട കുറവിലങ്ങാട് മുത്തിയമ്മയുടെ അത്ഭുതങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവുകളാണ് നാം ഈ കാണുന്നത്. അമ്മ അന്ന് കാലത്ത് ആ അത്ഭുത ഇടയ ബാലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കല്ലുകൾ അപ്പമാക്കിയും കുടിക്കുവാൻ ദാഹമകറ്റാൻ നീരുറവ ഉണ്ടാക്കിയും ആ കുട്ടികളെ സൽക്കരിച്ചു എന്നാണ് പഴമ. അമ്മ മാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ മാതാവിൻ്റെ ഒരു ദേവാലയം നിർമ്മിക്കണം എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുത്ത സ്ഥലത്താണ് ഇപ്പോഴത്തെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അമ്മയ്ക്കായി ഒരു ദേവാലയം വേണമെന്ന് AD 105 അമ്മ ഇടയ ബാലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിനടുത്തുള്ള ഒരു ദൃശ്യമാണ് നാം ഈ കാണുന്നത്. ഇവിടെയാണ് ക്രിസ്മസിനെ പുൽക്കൂടായിട്ട് അലങ്കരിക്കുന്നത് എന്നും അറിയാൻ കഴിഞ്ഞു. ഇവിടെയും അനേകം അത്ഭുത സാക്ഷ്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള ഒരു ബോർഡ് കാണാൻ സാധിക്കും. പലർക്കും മുത്തിയമ്മയുടെ അത്ഭുത ശക്തിയാൽ ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഈ കാണുന്നത്. ജോലി ലഭിച്ചവർ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യങ്ങൾ,
രോഗങ്ങൾ മാറിയ സാക്ഷ്യങ്ങൾ, അങ്ങനെ അനവധി സാക്ഷ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് ആട്ടിടയൻ ബാലന്മാർക്ക് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. മുത്തിയമ്മ ദേവാലയം പണിയണമെന്ന് പറഞ്ഞ് സ്ഥലം കാട്ടിക്കൊടുക്കുന്നതാണ് ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിന് അടുത്ത് തന്നെയാണ് അത്ഭുത നീരുറവയും കാണാൻ സാധിക്കുക. ഞാനിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അത്ഭുത ഉറവ, മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് തെളിച്ചു നൽകിയ അത്ഭുത നീരുറവ. ആട് മേയ്ക്കുന്നതിനിടയിൽ വിശന്ന് വലഞ്ഞ കുട്ടികൾക്കാണ് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് കല്ല് അപ്പമാക്കി നൽകുകയും തെളിനീർ തെളിച്ച് നൽകുകയും ചെയ്തത്. ഈ ഉറവിൽ നിന്ന് ജലം നുകരുന്നതിലൂടെ ആത്മീയ ശാരീരിക സൗഖ്യങ്ങളും ഉദ്ദിഷ്ടകാര്യ സാധ്യവും ലഭിക്കുന്നതായി അനകാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദ മിറക്കിൾ സ്പ്രിംഗ്. ഇപ്പോഴും ഈ നീരുറവിൽ ജലം ഉണ്ടെന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. നമുക്കപ്പോൾ അത്ഭുത നീരുറവ കാണുവാനായിട്ട് അങ്ങോട്ടേക്ക് പോകാം. കുറവിലങ്ങാട് മുത്തിയമ്മ സൃഷ്ടിച്ച അത്ഭുത നീരുറവ ഇവിടെയാണ്. ഇത് ഈ പള്ളിയുടെ പിൻഭാഗത്തായിട്ടാണ് ഈ നീരുറവ കാണാൻ സാധിക്കുക. പള്ളിയുടെ പിൻഭാഗത്ത് അതായത് മുത്തിയമ്മ ദേവാലയം സ്ഥാപിക്കണമെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഈ നീരുറവ നമുക്ക് കാണാൻ സാധിക്കുക. മുത്തിയമ്മ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളതും. ഇതാണ് അത്ഭുത നീരുറവ. ധാരാളം വെള്ളം ഇപ്പോഴും അതിൽ ഉണ്ട്, നമുക്കത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ സംരക്ഷിച്ച നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ നീരുറവിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് കുടിക്കുവാനായിട്ട് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് തീർത്ഥജലമായി ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർ അനേകരാണ്. ഇപ്പോൾ നാം കാണുന്നത് ആ നീരുറവിലെ വെള്ളം പൈപ്പ് വഴി നമുക്ക് കുടിക്കുവാനായിട്ട് സാധിക്കും. മുത്തിയമ്മയുടെ ഒരു സ്റ്റാച്ചു ഇവിടെ കാണാൻ സാധിക്കും. ഇത് പള്ളിയുടെ പിന്നിലുള്ള സെമിത്തേരിയാണ്. മുത്തിയമ്മയുടെ നീരുറവയ്ക്ക് സമീപം തന്നെയാണ് ഈ സെമിത്തേരിയും സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലമായൊരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം. മാതാവിൻ്റെ ചെറിയ ഒരു ഗ്രോട്ട ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേവാലയം സന്ദർശിക്കാൻ വരികയാണെങ്കിൽ അനേകം കാഴ്ചകളാണ് ഭക്തജനങ്ങളെ കാത്തിരിക്കുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ചുള്ള അനേകം കാഴ്ചകൾ ഇവിടെ ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലത് മാത്രമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇത് വാദ്യപുര. കേരളീയ വാസ്തുകലയുടെ മകുടോദാഹരണമാണ് ഈ വാദ്യപുര. പള്ളിയുടെ മുൻഭാഗത്ത് ആയുധപുരയോട് ചേർന്ന് നിൽക്കുന്ന വാദ്യപുര പിന്നീട് ഈ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. വാദ്യോപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനും അവ ഉപയോഗിക്കുന്നവർക്ക് വിശ്രമിക്കുന്നതിനുമുള്ള സ്ഥലമാണിത്.
കുറവിലങ്ങാട്ടത്തെ തിരുനാൾ പ്രദർശനങ്ങളിൽ വാദ്യമേളങ്ങളുടെ പെരുമ പ്രകടമാണ്. ഈ വാദ്യപ്പെരുമയെ അനുസ്മരിപ്പിച്ച് വാദ്യകലാകാരന്മാരുടെ നിശ്ചല ദൃശ്യങ്ങൾ ഈ പുരയിൽ കാണാനാകും. പ്രവർത്തനത്തിൻ്റെ ശതോത്തര രജത ജൂബിലിയിലെത്തിയ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആരംഭം ഈ വാദ്യപുരയുടെ ആദ്യ സ്ഥലത്തായിരുന്നു. ഇവിടെ വാദ്യകലാകാരന്മാരുടെ നിശ്ചല രൂപങ്ങൾ കാണാൻ സാധിക്കും. ഇവിടുത്തെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദർശനങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വാദ്യമേളം. അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് വാദ്യപുര. ഇത് പള്ളിയുടെ സൈഡ് ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. അതിമനോഹരമായ പള്ളിയുടെ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. കരിങ്കൽ തൂണുകളാൽ പള്ളിയുടെ ഇരുഭാഗങ്ങളിലും മുഖമണ്ഡപം സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് പരിശുദ്ധ മാതാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വർഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ബോർഡാണ്. അതിലേറ്റവും ആദ്യം കാണുന്നത് മാതാവ് കുറവിലങ്ങാട് പ്രത്യക്ഷപ്പെട്ടാണ്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിൻ്റെ നാൾ വഴിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഏത് വർഷങ്ങളിലാണ് ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ എന്നതിനെ ഭക്തജനങ്ങൾക്ക് അറിയുവാനായിട്ടുള്ള ഒരു ശിലാഫലകം. ഇത് മണിമാളിക. ഇവിടെ 3 വലിയ പള്ളിമണികൾ കാണാൻ സാധിക്കും. ജർമ്മനിയിൽ നിന്നും കൊണ്ടുവരപ്പെട്ടവയാണ് ഈ മണികൾ 3. ഓരോ മണികൾക്കും പ്രത്യേകം പേരും നൽകപ്പെട്ടിട്ടുണ്ട്. വലിയ മണിക്ക് 1180 കിലോഗ്രാമാണ് വെയിറ്റ്. ഈ 3 മണികളെ കൊണ്ട് സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. മണികൾ പ്രവർത്തിപ്പിക്കുന്നത് കാലുകൊണ്ട് ചവിട്ടിയാണ് എന്നും എഴുതിയിട്ടുണ്ട്. മണി അടിക്കുവാനായിട്ട് വലിയ വടം പോലെയുള്ള കയർ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷെ അതിൽ കയർ നിന്നുകൊണ്ടായിരിക്കാം ചവിട്ടി മണി അടിക്കുന്നത്. വളരെ ഭാരമുള്ള മണിയായതിനാലാകണം അങ്ങനെ അതിൽ കയർ നിന്ന് ചവിട്ടി മണികൾ അടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? 3 വലിയ മണികൾ സ്ഥാപിച്ച മണിമാളിക. ജർമ്മനിയിൽ നിന്ന് 30,000 രൂപ കൊടുത്ത് 1900 ആണെന്ന് തോന്നുന്നു ഇവ കൊണ്ടുവന്നത്. അന്ന് ഇതിന് 30,000 രൂപ കൊടുത്തെങ്കിൽ അതൊരു സംഭവം തന്നെയല്ലേ. ഈ മണിമാളിയോട് അടുത്ത് തന്നെയാണ് പഴയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പഴയ പള്ളിയുടെ മുൻപിലായിട്ടാണ് പുതിയ പള്ളി. നമുക്ക് പഴയ പള്ളിയിലേക്ക് ഒന്ന് പോകാം. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ വേണം ഈ പള്ളിയും അതിൻ്റെ ചുറ്റുപാടും നമുക്ക് കണ്ടു മടങ്ങുവാനായിട്ട്. ഇത് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ഒരു അത്ഭുത തിരുസ്വരൂപമാണ്. മാർത്തോമ നസ്രാനികളുടെ ആദ്യ സ്വദേശി മെത്രാനായിരുന്ന പറമ്പിൽ ചാണ്ടി മെത്രാൻ്റെ സ്വകാര്യ പ്രാർത്ഥന സ്ഥലമായിട്ടാണ് ഈ പള്ളി ഉണ്ടായിരുന്നത്.
വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ ചെറിയ പള്ളി എന്നാണ് വിളിക്കുന്നത്. സെബസ്ത്യാനോസിൻ്റെ തിരു സ്വരൂപത്തിൻ്റെ ഹൃദയഭാഗത്ത് വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള മഡ്ബഹയുടെ മുകളിൽ പച്ചില ചായക്കൂട്ടുകൾ കൊണ്ട് പുരാതനവും അതിമനോഹരമായ ചുമർ ചിത്രങ്ങൾ മഡ്ബഹയുടെ മുകളിൽ കാണാനാവും. അനേകായിരങ്ങൾക്ക് ആശ്വാസം പകർന്ന സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. നമുക്ക് പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാം. മരത്തടിയിൽ തന്നെയാണ് ഇതിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. അതിമഹത്തായ ഒരു കലാചാതുര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. മരത്താൽ സൃഷ്ടിക്കപ്പെട്ട പള്ളി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. മനോഹരമായ മഡ്ബഹ, അതിൻ്റെ ഒരു ഭാഗത്ത് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനും മറുഭാഗത്ത് ഒരു മാലാഖയുടെ രൂപവും കാണാൻ സാധിക്കും. ഗബ്രിയേൽ മാലാഖയായിരിക്കണം. മഡ്ബഹ വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. മനോഹരമായ കൊത്തുപണികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. മഡ്ബഹയുടെ മുകളിൽ പച്ചില ചായക്കൂട്ട് കൊണ്ട് നിർമ്മിച്ച ചിത്രങ്ങളാണ് കാണുന്നത്. ഇപ്പോഴും യാതൊരു മങ്ങലേൽക്കാതെയാണ് ഈ ഛായാചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക. പുരാതന കാലത്തെ ചായക്കൂട്ടുകളുടെ ഒരു രസതന്ത്രം വേറെ തന്നെയാണ്. പഴയ പള്ളികളിലെല്ലാം തന്നെ ഇത്തരം പച്ചില ചായക്കൂട്ട് കൊണ്ടുള്ള ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അന്ന് കാലത്ത് അതിനാണ് പ്രശസ്തി ഉള്ളത്. അതുകൊണ്ടായിരിക്കണം മനോഹരമായ ചിത്രങ്ങൾ തന്നെയാണ് ഇവിടെ രചിക്കപ്പെട്ടിട്ടുള്ളത്. പള്ളിയും അവിടുത്തെ കാഴ്ചകളും കണ്ടിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ കറുത്ത ബോർഡിലെ വെളുത്ത അക്ഷരങ്ങളാണ് മാതാവ് വിവിധ ദേശങ്ങളിൽ വിവിധ വർഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആ വർഷങ്ങൾ.